അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്ത എക്സസൈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഖബർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുബ്തദ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ മുബ്തദ നമ്മൾ പറയുമ്പം അലിഫ് ലാം പോലെ പറയണം ഇൻഷാ അല്ലാഹ്. കാരണം മുബ്തദ മാരിഫയാണ്, പിന്നെ അതിന് ലമ്മത്തും ഇടണം. അപ്പോൾ ഡാഷ് നദീഫുൻ, അൽ മിന്ദീലു നദീഫുൻ, തുവാല വൃത്തിയുള്ളതാണ്, ഉറുമാൽ വൃത്തിയുള്ളതാണ്. അൽ കലമു മക്സൂറുൻ, പേന പൊട്ടിയതാണ്. അപ്പോൾ അൽ കലമു മക്സൂറുൻ. അപ്പോൾ ഇവിടെയൊക്കെ മുബ്തദ ഇടണം. അപ്പോൾ മുബ്തദ മാരിഫ ആയിരിക്കണം, മർഫൂനും ആയിരിക്കണം. അൽ മാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. അൽ മസ്ജിദു ഖരീബുൻ, മസ്ജിദ് അടുത്തുള്ളതാണ്. അൽ ബൈത്തു ബഈദുൻ, വീട് ദൂരെ ഉള്ളതാണ്. അൽ മുഹന്ദിസു വാഖിഫുൻ, എഞ്ചിനീയർ നിൽക്കുന്നവനാണ്. എല്ലാം അല്ലിട്ടിട്ട് മുബ്തദ. അൽ വലതു ജാലിസുൻ, ആൺകുട്ടി ഇരിക്കുന്നവനാണ്. പിന്നെ കബീറുൻ, അൽ മക്തബു കബീറുൻ, മേശ വലുതാണ്. അൽ കിതാബു ഖദീമുൻ, പുസ്തകം പഴയതാണ്. അൽ മുദർരിസു ജദീദുൻ, അധ്യാപകൻ പുതിയതാണ്. അപ്പോൾ മുബ്തദ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ മാരിഫയുള്ള ലമ്മത്തുള്ള പദം കൊണ്ട് ഫില്ല് ചെയ്തു. ഇനി ഈ പാഠത്തിൽ പഠിച്ച പുതിയ പദങ്ങൾ: അൽ കലിമാത്തുൽ ജദീദത്തു. അൽ ഖമറു ചന്ദ്രൻ, ജദീദുൻ പുതിയത്, ഖദീമുൻ പഴയത്, വസിഖുൻ വൃത്തിയില്ലാത്തത്, ഹാറുൻ നദീഫുൻ വൃത്തിയുള്ളത്, ഹാറുൻ ചൂടുള്ളത്, ബാരിദുൻ തണുപ്പുള്ളത്, സഗീറുൻ ചെറുത്, കബീറുൻ വലുത്, മഫ്തൂഹുൻ തുറന്നത്, മക്സൂറുൻ പൊട്ടിയത്, സഖീലുൻ കനമുള്ളത്, ഖഫീഫുൻ കനം കുറഞ്ഞത്, ജമീലുൻ ഭംഗിയുള്ളത്, വാഖിഫുൻ നിൽക്കുന്നവൻ, ജാലിസുൻ ഇരിക്കുന്നവൻ. അപ്പോൾ നജ്മുൻ നക്കിറ, അതിനെങ്ങനെ മാരിഫയാക്കാം? നജ്മുൻ അന്നജ്മു. അപ്പോൾ അലിഫ് ലാം ഇടണം, തൻവീന് പോകണം, പക്ഷെ ലമ്മത്തായിരിക്കണം. കാരണം ഏത് കലിമയുടെ ഒറിജിനൽ മർഫുവാണ്. പിന്നെ ചില കാരണങ്ങളാണ് അത് മൻസൂബോ അഥവാ ഫതഹത്തോ മജ്റൂറോ അഥവാ കസ്റത്തോ ആകുന്നത്. അപ്പം നജ്മുൻ അന്നജ്മു, ദീഖുൻ അദ്ദീഖു, അപ്പോൾ പൂവങ്കോഴി. റജുലുൻ പുരുഷൻ, അതിനെങ്ങനെ മരിഫയാക്കാം? അർ റജുലു. ത്വാലിബുൻ അത്വാലിബു, വിദ്യാർത്ഥി. ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ ഈ പേജിലെ എക്സസൈസ് ഇവിടെ കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും.